ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച റിക്വസ്റ്റ് കാണാതായ ഓസ്ട്രേലിയൻ പൈലറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാനാണ്. ഏതാണ്ട് 46 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. ഓസ്ട്രേലിയൻ പ്രൈവറ്റ് പൈലറ്റായിരുന്ന ഫ്രെഡറിക് വാലന്റിച്ച് അദ്ദേഹം ബാസ് സ്ട്രെയ്റ്റ് കടലിടുക്കിന് മുകളിലൂടെ കിങ് ഐലൻഡിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ആ സിംഗിൾ എഞ്ചിൻ വിമാനയാത്രയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. തൻ്റെ വിമാനത്തിന് മുകളിൽ, അതായത് ഏതാണ്ട് 300 മീറ്റർ ഉയരത്തിലായി അജ്ഞാതമായൊരു വസ്തു കുറേ നേരമായി തന്നെ പിന്തുടരുന്നത് പോലെ. അപകടം തോന്നിയ അദ്ദേഹം ഉടനെ ഒരു ഡിസ്ട്രസ് കോൾ പുറപ്പെടുവിച്ചു. വിമാനം എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ സഹായം അഭ്യർത്ഥിച്ച് വിമാനത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു കോളാണ് ഡിസ്ട്രസ് കോൾ. ആ കോളിൽ അദ്ദേഹം പറഞ്ഞ പല വിവരങ്ങളും ഏവരെയും ഞെട്ടിക്കുന്ന വിഷയങ്ങളായിരുന്നു. അത്രയും നേരമായി തന്നെ പിന്തുടർന്ന ആ വസ്തു ഒരു എയർക്രാഫ്റ്റ് അല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ശേഷം കേട്ടത് അജ്ഞാതമായ ചില ശബ്ദങ്ങളായിരുന്നു. ഈ കഴിഞ്ഞ 46 വർഷങ്ങളായി ആ പൈലറ്റിനെ കുറിച്ചോ ആ എയർക്രാഫ്റ്റിനെ കുറിച്ചോ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫ്രെഡറിക് വാലന്റിച്ച് എന്ന പൈലറ്റിന് എന്താണ് സംഭവിച്ചത്? ആകാശത്തും ഭൂമിയിലും സമുദ്രത്തിലുമെല്ലാം അന്വേഷണങ്ങൾ നടന്നിരുന്നുവെങ്കിലും ആ പൈലറ്റിൻ്റെയോ ആ വിമാനത്തിൻ്റെയോ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ടാസ്മാനിയയിൽ നിന്നും കിങ് ഐലൻഡിലേക്കായിരുന്നു ആ യാത്ര സംഭവിച്ചിരുന്നത്. ആ യാത്രയിലാണ് ആ പൈലറ്റിനെയും എയർക്രാഫ്റ്റിനെയും കാണാതായത്. എന്നാൽ ആ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അന്വേഷണങ്ങൾ നടന്നിരുന്നു. സാധാരണഗതിയിൽ ഒരു കൊമേഴ്ഷ്യൽ വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വിമാനത്താവളത്തിൽ പൈലറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഫ്രെഡറിക് അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നിട്ടില്ലായിരുന്നു എന്നാണ് കിങ് ഐലൻഡിലെ എയർപോർട്ട് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഫ്രെഡറിക് അത് രഹസ്യമാക്കി വെച്ചത്? ആ രഹസ്യവും ഫ്രെഡറിക് കണ്ട UFOയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ആരായിരുന്നു ഫ്രെഡറിക് വാലന്റിച്ച്? ഗുവിഡോ ആൽബർട്ട ദമ്പതികളുടെ 4 കുട്ടികളിൽ മൂത്തയാളായിരുന്നു ഫ്രെഡറിക്. വളരെ ചെറുപ്പം മുതൽ തന്നെ പറക്കുക എന്നത് അയാൾക്ക് ഒരു ആവേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിയായി മാറിയത്. റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിൽ ചേരണമെന്നത് അയാളുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ 2 തവണ ശ്രമിച്ചിട്ടും അതിന് അർഹനായില്ല. കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ലൈസൻസിനായുള്ള പരീക്ഷകളിൽ 5 തവണ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ട്രെയിനി ആയിരിക്കുമ്പോൾ തന്നെ സിഡ്നിയിലെ നിരോധിത മേഖലയിലേക്ക് വിമാനത്തിലൂടെ സഞ്ചരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു വാണിംഗ് ലഭിച്ചിരുന്നു. അതോടൊപ്പം മനഃപൂർവ്വമായി മേഘങ്ങൾക്കുള്ളിലൂടെ സഞ്ചരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയും ചെയ്തിരുന്നു. വിമാനങ്ങളോട് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് താല്പര്യം. പലപ്പോഴും വിമാനങ്ങളോടൊപ്പം UFOകളും അദ്ദേഹത്തിൻ്റെ പഠന വിഷയമായിരുന്നു. നന്നേ ചെറുപ്പം മുതൽ തന്നെ ഫ്രെഡറിക്കിന് ഒരു ഭയമുണ്ടായിരുന്നു. വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ UFOകൾ തന്നെ പിന്തുടരുമോ, അന്യഗ്രഹ ജീവികൾ തന്നെ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുവിഡോ തന്നെയാണ് അങ്ങനൊരു ഭയത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ്ട് 150 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നു ഫ്രെഡറിക്കിന്. അന്ന് മൊറാബിനിലെ ബ്രീഫിംഗ് ഓഫീസിൽ വന്ന് സെസ്ന 182 എയർക്രാഫ്റ്റ് ഫ്രെഡറിക് ഹയർ ചെയ്തു. യാത്ര മൊറാബിനിൽ നിന്നും കിങ് ഐലൻഡിലേക്ക് എന്ന് ഫ്ലൈറ്റ് പ്ലാനും കൊടുത്തു. 5000 അടിയിൽ താഴെയായിരുന്നു എസ്റ്റിമേറ്റഡ് ആൾട്ടിറ്റ്യൂഡ്. ആ യാത്രയ്ക്ക് ശേഷം ഫ്രെഡറിക് വാലന്റിച്ചിനെ ആരും കണ്ടില്ല. എന്നാൽ കഥ അവിടെ അവസാനിച്ചിട്ടില്ല. അന്ന് ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു. 7:18 സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു. എന്നാൽ 7:12 എത്തേണ്ട വിമാനം 7:33 കിങ് ഐലൻഡിൽ എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. കാലങ്ങളോളം അന്വേഷിച്ചിട്ടും ആ പൈലറ്റിനെ കുറിച്ചോ ആ വിമാനത്തിനെ കുറിച്ചോ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവം നടന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 1983 ഫ്ലിൻഡേഴ്സ് ഐലൻഡിനോട് ചേർന്ന് വിമാനത്തിൻ്റേത് എന്ന് തോന്നുന്ന ഒരു ഭാഗം കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിൽ ആ ഭാഗം ഒരു സിസ്ന 182 എയർക്രാഫ്റ്റിൻ്റേതാണ് എന്നും കണ്ടെത്തിയിരുന്നു. ആ കാലത്തിനിടയ്ക്ക് ഫ്രെഡറിക് സഞ്ചരിച്ചതല്ലാത്ത മറ്റൊരു സിസ്ന 182 അപകടത്തിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഭാഗം ഫ്രെഡറിക്കിൻ്റെ വിമാനത്തിൻ്റേതാകുമല്ലോ.
അന്വേഷണത്തിന്റെ ഭാഗമായി ഫ്രെഡറിക്കിന്റെ യാത്രാ ഉദ്ദേശത്തെക്കുറിച്ചും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ക്രേഫിഷ്. ക്രേഫിഷിനെ വാങ്ങാൻ വേണ്ടിയായിരുന്നത്രേ അദ്ദേഹം കിങ് ഐലൻഡിലേക്ക് പോയത്. എന്നാൽ ഫ്രെഡറിക് തന്റെ യാത്രയുടെ ഉദ്ദേശം എയർപോർട്ടിൽ അറിയിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. കിങ് ഐലൻഡിൽ നിന്നും 4 പാസഞ്ചേഴ്സിനെ തിരികെ കൊണ്ടുവരാനാണ് താൻ വിമാനവുമായി പോകുന്നത് എന്ന്. അതിനായി 4ഓളം ലൈഫ് ജാക്കറ്റുകളും അദ്ദേഹം വിമാനത്തിൽ കരുതിയിരുന്നു. എന്നാൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, അങ്ങനെ 4 പാസഞ്ചേഴ്സ് കിങ് ഐലൻഡിൽ അദ്ദേഹത്തിന്റെ വിമാനത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ്. ഫ്രെഡറിക്കിന്റെ പിതാവിന് ക്രേഫിഷ് ഒരു ഇഷ്ടഭക്ഷണം തന്നെയായിരുന്നു. എന്നാൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ സമയത്ത് കിങ് ഐലൻഡിൽ ക്രേഫിഷ് ലഭ്യമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലും എയർപോർട്ടിലും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് ഫ്രെഡറിക് തന്റെ യാത്ര ആരംഭിക്കുന്നത്. പലരും പറയുന്നത് ഫ്രെഡറിക് മനഃപൂർവ്വം വിമാനം കടലിലേക്ക് ഇടിച്ചിറക്കി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടായിരുന്നവരെ. എന്നാൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് അത്ര വലിയ കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ അങ്ങനെയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, കടലിൽ ഇടിച്ചിറക്കിയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കേണ്ടതല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ആ പൈലറ്റിനും ആ വിമാനത്തിനും എന്തായിരിക്കാം സംഭവിച്ചത്? സ്വാഭാവികമായും ഇത്തരം തിരോധാനങ്ങൾ ഈ രീതിയിലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൊന്തി വരുന്ന തിയറിയാണ് UFO തിയറി. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വസ്തുവിനെ ഫ്രെഡറിക് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞതിനും തെളിവുകളുണ്ട്. വാർത്താമാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചിരുന്നത്. പച്ച നിറത്തിലുള്ള 4 പ്രകാശ സ്രോതസ്സുകൾ അടങ്ങിയ ഒരു അജ്ഞാതമായ വസ്തുവാണ് ഈ ഒരു തിരോധാനത്തിന് പിന്നിൽ എന്ന്. ആ വാർത്ത പുറത്തിറങ്ങിയതോടുകൂടി അത്തരത്തിലുള്ള വസ്തുക്കളെ നേരിട്ട് കണ്ടതായി ഒരുപാട് പേർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ ഫ്രെഡറിക്കിന്റെ തിരോധാനത്തിന് ചില വിശ്വസനീയമായ തിയറികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രെഡറിക്കിന് സംഭവിച്ചത് ഒരു അപകടമായിരുന്നു. ചെറുപ്പം മുതലേ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ UFOകൾ പിന്തുടരുമെന്നും അപായപ്പെടുത്തുമെന്നുമുള്ള ഭയം അയാളിൽ അങ്ങനെയൊരു തോന്നൽ ഉണ്ടാക്കിയതാവാം. അതേ തുടർന്ന് ഫ്രെഡറിക് പുറപ്പെടുവിച്ച ഡിസ്ട്രസ് കോളിൽ നിരീക്ഷകർ ചില തെളിവുകളും കണ്ടെത്തിയിരുന്നു. മാധ്യമങ്ങൾ പറഞ്ഞ അജ്ഞാതമായ ആ മെറ്റാലിക് ശബ്ദം, യഥാർത്ഥത്തിൽ അത് അജ്ഞാതമായ ഒരു മെറ്റാലിക് ശബ്ദമായിരുന്നില്ല. അത് വിമാനത്തിന്റെ എഞ്ചിനിലെ പിസ്റ്റണുകൾ മിസ്ഫയർ ചെയ്യുന്ന ശബ്ദമായിരുന്നു അത്രേ. ഫ്രെഡറിക്കിന്റെ സെസ്ന 182 യാത്ര ആരംഭിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സെസ്ന 182 പോലുള്ള ഒരു വിമാനത്തിൽ പിസ്റ്റണുകൾ മിസ്ഫയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ എഞ്ചിൻ കീഴ്മേൽ മറിയണം. ചിലപ്പോൾ ഭയന്നു പോയ ഫ്രെഡറിക്കിന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. വിമാനം കീഴ്മേൽ മറിഞ്ഞിരിക്കാം. അങ്ങനെ കടലിൽ പതിച്ചായിരിക്കാം അപകടം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു, അങ്ങനെയെങ്കിൽ കടലിൽ എന്തുകൊണ്ട് അവശിഷ്ടങ്ങൾ കണ്ടില്ല? വിമാനം തകർന്നു വീണത് ബാസ്ട്രൈറ്റ് കടലിടുക്കിലാണ്. പലപ്പോഴും അവിടങ്ങളിൽ 3 മീറ്ററോളം ഉയർന്ന തിരമാലകൾ ഉണ്ടാകാറുണ്ട് എന്നും കടൽ കലുഷിതമാകാറുണ്ട് എന്നും പഠനങ്ങൾ പറയുന്നു. അങ്ങനൊരു സാഹചര്യത്തിലാണ് വിമാനം തകർന്നു വീണത് എങ്കിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ദൂരേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ന് UFO തിയറികളെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു തിയറി ഇതാണ്. അതിനുള്ള സാധ്യതകളും ഏറെയാണ്. യഥാർത്ഥത്തിൽ അന്ന് ഫ്രെഡറിക്കിനും ആ എയർക്രാഫ്റ്റിനും എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാലങ്ങൾക്കിപ്പുറം കടലിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടം ഒരു സെസ്ന 182 വിമാനത്തിൻ്റെതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പലരും വിശ്വസിക്കുന്നത് ഫ്രെഡറിക് പറഞ്ഞ UFO കഥകൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹം എന്തിനായിരിക്കാം കള്ളം പറഞ്ഞത്? ആ കള്ളമില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേർ കൂടി ആ UFO കഥകൾ വിശ്വസിച്ചു പോയേനെ. പക്ഷേ ആ കള്ളങ്ങൾ കാരണം പലരും ഇന്നും ആ UFO കഥകൾ സംശയത്തിന്റെ നിഴലിലാണ് കാണുന്നത്. ഇത്രയും കേട്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ അന്ന് ഫ്രെഡറിക്കിനും ആ എയർക്രാഫ്റ്റിനും എന്തായിരിക്കാം സംഭവിച്ചത്? എന്തിനായിരിക്കാം ഫ്രെഡറിക് അങ്ങനൊരു കള്ളം പറഞ്ഞത്? കമന്റുകൾ പോരട്ടെ.